മർക്കോസ് 16:17 എന്നിൽ വിശ്വസിക്കുന്നവൻ, അതായത് യേശു അപ്പോസ്തലന്മാർക്ക്, വിശ്വാസികൾക്ക് അധികാരം കൊടുക്കുന്ന മനോഹരമായൊരു ഭാഗമാണിത്. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കില്ല, അവർ രോഗിയുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. ഇവിടെ പറയുന്നു, അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളമുണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, വിശ്വസിക്കുന്ന, വചനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി യേശുവിന്റെ നാമത്തിൽ പിശാചിനോട് വിട്ടുപോകാൻ പറഞ്ഞാൽ പിശാച് പോയിരിക്കും. പിശാച് ഒരു യാഥാർത്ഥ്യമാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. വീണ്ടും കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം CCC 609 ദൈവേഷ്ടത്തിന് പരിപൂർണ വിധേയത്വം നൽകുന്ന ദൈവദാസനായി യേശു സ്വയം ആവിഷ്കരിക്കുന്നു. ഇങ്ങനെ പിശാചിന്റെ മേൽ പരിപൂർണ വിജയം നേടിയവനാണ് യേശു. പരിപൂർണ വിജയം നേടിയവനാണ് യേശു. കൊള്ളവസ്തു തിരികെ പിടിക്കുന്നതിന് അവിടുന്ന് ബലവാനെ പിടിച്ച് ബന്ധിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഈ കത്തോലിക്ക സഭയുടെ ഈ മതബോധന ഗ്രന്ഥത്തിലെ ഈ വചനം വായിക്കുമ്പോൾ ഒരു വലിയ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണിത്. ഇങ്ങനെ പിശാചിന്റെ മേൽ യേശു പരിപൂർണ വിജയം നേടിയവനാണ്. യേശു പരിപൂർണ വിജയം നേടി. അടുത്ത് പറയുകയാണ്, കൊള്ളവസ്തു തിരികെ പിടിക്കുന്നതിന് അവിടുന്ന് ബലവാനെ പിടിച്ചു ബന്ധിക്കുന്നു. കണ്ടോ, കൊള്ളവസ്തു തിരികെ പിടിക്കുന്നതിന് അവിടുന്ന് ബലവാനെ പിടിച്ചു ബന്ധിക്കുന്നു. മർക്കോസ് 3:27 ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് കവർച്ച ചെയ്യുവാൻ ആദ്യം അവനെ ബന്ധിക്കണം, അതിനുശേഷമേ കവർച്ച നടത്താൻ സാധിക്കൂ. ദൈവ മക്കളിൽ നിന്ന് സാത്താൻ കവർച്ച ചെയ്ത, മോഷ്ടിച്ചത്, അതെന്താകാം, സമ്പത്താകാം, ആരോഗ്യമാകാം, സൽപ്പേരാകാം, നിങ്ങൾക്ക് എന്തൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടോ, ഇവിടെ പറയുകയാണ് പിശാചിന്റെ മേൽ പൂർണ്ണ വിജയം നേടിയവനാണ് യേശു. കൊള്ളവസ്തു തിരികെ പിടിക്കുന്നതിന്, അതായത് പിശാചിനെ കുറിച്ച് എന്താ പറയുന്നത്? യോഹന്നാൻ 10:10 ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും അത് സമർത്ഥമായിട്ട് നൽകുവാനാണ്. കള്ളൻ വരുന്നത്, ആരാണ് ഈ കള്ളൻ? പിശാച്. കള്ളൻ വരുന്നത് കൊല്ലുവാനും നശിപ്പിക്കുവാനും മോഷ്ടിക്കുവാനുമാണ്. കൊല്ലുക, കൊലപാതകം. സാത്താൻ ആദ്യമല്ലേ കൊലപാതകയാണ്. കൊല്ലുവാനും നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വരുമാന മാർഗങ്ങൾ, നിങ്ങളുടെ ബിസിനസ് നശിപ്പിക്കുക. ഒരു വ്യക്തിയുടെ കുടുംബം എല്ലാ മേഖലകളിലും നാശമുണ്ടാക്കുക. ഇത് സാത്താൻ്റെ പദ്ധതിയാണ്. കൊല്ലുവാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനും നിനക്കുള്ളത് മുഴുവൻ ഇതെവിടെ പറയുക, കവർച്ച ചെയ്തുകൊണ്ട് അവൻ പോകുക. കൊള്ളവസ്തു തിരികെ പിടിക്കുന്നതിന് അവിടുന്ന് ബലവാനെ പിടിച്ചു ബന്ധിക്കുന്നു. നിനക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ യേശുക്രിസ്തു സാത്താനെ ബന്ധിക്കും. നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം യേശു അവൻ ഇരട്ടിയായിട്ട് തിരിച്ചു തരും. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, ശക്തിയോടെ കരമടിച്ച്, ഉണർവോടെ കരമടിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിലെ ഏതാനും കാര്യങ്ങൾ ഞാനിത് പങ്കുവെച്ചു. ഇനി നമ്മൾ വചനത്തിലേക്ക്, മൊത്തം വചനമാണ് ഇനി പറയുന്നത്. കടുത്ത കോപം, അമിതമായ ഭോഗാസക്തി, കാമാസക്തി, കണ്ണിൻ്റെ വികാരങ്ങൾ, ഇതൊക്കെ ശരിക്കും പൈശാചിക അരൂപി നിങ്ങളിൽ ഉള്ളത് കൊണ്ടായി ഈ ഒരു ആസക്തിക്ക് നിങ്ങൾ അടിമയാകുന്നു. ക്ഷമിക്കാൻ പറ്റുന്നില്ല, തിന്മയുടെ അരൂപി ഉള്ളത് കൊണ്ടാണ്. അമിതമായ ഭോഗാസക്തി, വ്യഭിചാരാസക്തി. ഹോസിയ 5:4 വ്യഭിചാരത്തിന് ദുർഭൂതം അവർ പിടികൊള്ളുന്നു. ചില വ്യക്തികളിൽ വ്യഭിചാരത്തിൻ്റെ ആത്മാവുണ്ട്. അവർ കുമ്പസാരിക്കും, വീണ്ടും താമസിക്കാതെ വീണ്ടും വ്യഭിചാരം ചെയ്യും.
ഈ വ്യഭിചാരത്തിൻ്റെ ആത്മാവിനെ ആ വ്യക്തിയിൽ നിന്ന് ബന്ധിച്ച് പുറത്താക്കാതെ വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗഭോഗം, കണ്ണിൻ്റെ ആസക്തി, മ്ലേച്ഛതയിൽ നിന്ന് വിടുതൽ കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. പലരും കുമ്പസാരിക്കുന്നുണ്ട്, എന്നിട്ട് വീണ്ടും ഈ പാപം ചെയ്യുന്നു. എന്താ കാര്യം? ആ സ്പിരിറ്റ് നിങ്ങളുടെ ശരീരത്തിൽ, മനസ്സിൽ, ആത്മാവിൽ, ബുദ്ധിയിൽ, പഞ്ചേന്ദ്രിയങ്ങളിൽ, ലൈംഗികതയിൽ സ്വാധീനം ചെലുത്തുന്നു. അല്ല, പിശാച് അരൂപിയാണ്. ഈ അരൂപിക്ക് ഇരിക്കാൻ നമ്മുടെ ബുദ്ധിയോ മനസ്സോ ശരീരമോ ലൈംഗികതയോ ഒക്കെ മതി. അവിടെ പിശാച് കുടികൊള്ളാൻ തുടങ്ങിയാൽ ആ ഒരു ആസക്തിക്ക് നിങ്ങൾ അടിമയായിരിക്കും. വിടുതലിന് എന്താ വഴി? വിടുതലിന് 3 വഴികളുണ്ട്. ഒന്ന്, വ്യക്തിപരമായിട്ട് ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച് സ്വയം വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് സ്വയം നമ്മുടെ ഒരു ശ്രമം വേണം. നിരന്തരമായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആ അരൂപി, നമ്മളെ കീഴ്പ്പെടുത്തിയ അരൂപി ഏതാത്മാവാണെന്ന് വിട്ടുപോകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഒന്ന്. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ശക്തമായ ദൈവസ്തുതി ആരാധനയിൽ യേശുവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവാത്മശക്തി നമ്മളിലേക്ക് വന്നിട്ട് പിശാച് നമ്മുടെ ശരീരത്തെ, ആത്മാവിനെ, മനസ്സിനൊക്കെ വിട്ടുമാറും. 2. മൂന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് പിശാചിനെ ബഹിഷ്കരിക്കാനായിട്ട് അഭിഷേകമുള്ള വ്യക്തി, ആ വ്യക്തി തലയിൽ കൈവച്ച് നിങ്ങളീ പ്രവർത്തിക്കുന്ന ആത്മാവിനെ ഡെലിവറൻസ് ചെയ്ത് പ്രാർത്ഥിച്ചെങ്കിലേ വിടുതലുള്ളൂ. അത് കർത്താവിൻ്റെ അഭിഷിക്തർ, ചില അൽമായർ, അല്ലെങ്കിൽ ദൈവം ഈ ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നവർ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. അല്ലാതെ ഏത് നിങ്ങൾ തലയും കുത്തി പറഞ്ഞാലും ഈ സ്പിരിറ്റ് വിട്ടുപോകത്തില്ല. അതായത് ഇത് അദൃശ്യ ലോകത്തിൻ്റെ ഒരു തലമാണ്, കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ലാത്ത ഒരു മേഖലയാണ്. ഞാൻ 1-2 അനുഭവങ്ങൾ പറയാം. നമ്മുടെ പ്രേക്ഷിതനായിട്ടൊക്കെ നിന്നിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നു. ജെയ്സൺ എന്നാണ് അവൻ്റെ പേര്. 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. അവന് എറണാകുളത്ത് ഒരു 4 സ്റ്റാർ ഹോട്ടലിൽ ഷെഫായിട്ട് ജോലി ചെയ്യുമ്പോൾ അവിടെ ജോലി ചെയ്യുന്ന സമയം അവിടെ ജോലിയുള്ള ഒരു അക്രൈസ്തവ പെൺകുട്ടിയായിട്ട് അവന് പ്രേമത്തിലായി. ആ പ്രേമം വളർന്നു. അവർ ശാരീരികമായിട്ടൊക്കെ ബന്ധപ്പെടുകയൊക്കെ ചെയ്തു. പാപകരമായ ജീവിതമായിരുന്നു. അവളെ കല്യാണം കഴിക്കാൻ അവൻ റെഡിയാണ്, അവൾ റെഡിയാണ്. ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇവള് അവനോട് പറഞ്ഞു, നിന്നെ എനിക്ക് ഇഷ്ടമല്ല, നിന്നെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇവന് ആ ഷോക്കിൽ, മനസ്സിൽ പെട്ടെന്നുണ്ടായ നിരാശയിൽ ഈ മകൻ പോയിട്ട്, അതായത് അവിടെ കോട്ടൺ ജോലിക്കാർക്ക് താമസിക്കാൻ ഒരു വീടുണ്ട്, ആ വീട്ടിലേക്ക് അവൻ ചെന്നിട്ട് അവന് ഒരു ഫാനയിൽ അവൻ്റെ കൈലിയെടുത്ത് കെട്ടിയിട്ട് ആ കൈലിയെ കെട്ടി തൂങ്ങി ആത്മഹത്യക്ക് വേണ്ടി. തൊട്ടടുത്ത മുറിക്കാർ എന്തോ ഒച്ച കെട്ടി വന്ന് നോക്കുമ്പോൾ ഇവൻ അതേ കെട്ടി ഇങ്ങനെ പടഞ്ഞുകൊണ്ടിരിക്കുക. അവരവനെ വെട്ടിച്ചാടിച്ച് തറയിൽ കവിത ബോധം കിട്ടുപോയി. ആശുപത്രി കിടക്കേണ്ട വന്നു. അവൻ രക്ഷപ്പെട്ടു, ജീവനോടെ തിരിച്ചു വന്നു. പക്ഷേ ഹോട്ടലുകാർ അവനെ ഹോട്ടലിൽ നിന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു, ആ പെണ്ണിനെയും പിരിച്ചുവിട്ടു. ഇവൻ്റെ നമ്മുടെ ഒരു കൺവെൻഷൻ ആലപ്പുഴ നടക്കുമ്പോൾ, കുട്ടനാട്ടുകാരനാണ്, അവിടെ വന്ന് നമ്മുടെ ടീമിലൂടെ ആളുടെ കൗൺസിലിംഗ് നടത്തി. അപ്പോൾ എൻ്റെ അടുക്ക് ഇവനെ കൊണ്ടുവന്നു. എൻ്റെ അടുക്ക് ഇവനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവനോട് സംസാരിച്ചു. അവൻ്റെ അവസ്ഥ ഇതാണ്, ഞാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ അവൻ്റെ നെറ്റിയിൽ ഒരു കുരിശ് വരച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവിൻ്റെ നാമത്തിൽ ഈ മകനെ ആത്മഹത്യയിലേക്ക് നയിച്ച പിശാചെ ഇവനെ വിട്ടുപോകാൻ, യേശുവിൻ്റെ നാമത്തിൽ ഒരു ശക്തമായ പ്രാർത്ഥന. അപ്പം ഞാൻ കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ? ഇവൻ ഇങ്ങനെ കഴുത്ത് ഇങ്ങനെ വലിച്ചു മുറുക്കിട്ട് ഇങ്ങനെ കഴുത്ത് വട്ടം തിരിക്കുക, ശ്വാസം കിട്ടാത്തവർ ഇങ്ങനെ വട്ടം തിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിച്ചു, അടിച്ച് താഴെ വീണു. എൻ്റെ ടീമങ്ങളൊരു 5-8 പേര് പിടിച്ചിട്ട് എന്നെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. അതുപോലെ കിടന്ന് തറയിൽ കിടന്ന് ഉരുണ്ട് ബഹളം വെക്കുക. അവസാനം പിടിച്ച് എടുത്ത് ഞാൻ ബലമായിട്ട് വീണ്ടും അവനെ തലയ്ക്ക് വെച്ചു. ഡെലിവറൻസിന് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചു, കുറേ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി. പിന്നെ ശാന്തമായി കുറേ സമയം അവിടെ കിടന്നു. അവൻ എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ജെയ്സൺ നിനക്ക് എന്താ അനുഭവം ഉണ്ടായത്? അവൻ പറയുകയാണ്, ബ്രദർ എൻ്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കഴുത്തിലോട്ട് ആരോ കയറിട്ടിട്ട് 2 സൈഡിൽ നിന്ന് എൻ്റെ കഴുത്തെ കയറെ പിടിച്ചിങ്ങനെ വലിക്കുക. അപ്പോൾ എൻ്റെ കഴുത്ത് മുറുകിട്ട് ശ്വാസം മുട്ടി, എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ഞാൻ ചെന്നിട്ടോ അവൾ ഈ ബ്രദർ ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ
പെട്ടെന്ന് ഈ കഴുത്തെ കെട്ടിയ കയറം കൊണ്ട് പൊട്ടിപ്പോയി. ഞാൻ അടിച്ച് തറ വീണു. പിന്നെ ഒരു ശക്തി, തുടർന്നുള്ള പ്രാർത്ഥനയിൽ ഒരു വ്യക്തി എൻ്റെ ശരീരത്തുനിന്ന് ഇറങ്ങിപ്പോകുന്നൊരു അനുഭവം എനിക്കുണ്ടായി. പറയോ, ഒരു വ്യക്തി എൻ്റെ ശരീരത്തുനിന്ന് ഇറങ്ങിപ്പോയ ഒരു അനുഭവം എനിക്കുണ്ടായി. അതോടെ അവന് വിടുതലായി. ശരിക്കും ആത്മഹത്യയിലേക്ക് അവനെ നയിച്ച പിശാച് അവനെ വിട്ടുപോയി. തുടർന്ന് അനേക നാളുകൾ നമ്മുടെ ധ്യാനത്തിന് പ്രേക്ഷകരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വിദേശത്ത് ജോലി കുഴപ്പമൊന്നുമില്ല. അതുപോലെ മറ്റൊരു സംഭവം, 3 പെൺകുട്ടികൾ താമസമുള്ള ധ്യാനം നിൽക്കുകയാണ് കോട്ടയത്ത്. ഒരു ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. അതായത് ദൈവാത്മാവിൻ്റെ അഭിഷേകത്തിൽ ഈ കുഞ്ഞുങ്ങൾ തറയിൽ വീണു കിടന്നിട്ട് ഭയങ്കര ബഹളം, അലറി കരയുക. ഒരു കുട്ടി, ആ 3 കുട്ടികളിൽ ഒരു കുട്ടി, അവൾ എറണാകുളത്തു നിന്ന് വന്നാണ് ധ്യാനിക്കാൻ വന്ന. അവൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൾ അലറിക്കൊണ്ട് പറയുന്ന വാക്ക് ഇതാണ്: ഞാൻ വിട്ടുപോകത്തില്ല. ഇത് പറഞ്ഞ് ഇവൾ അലറി കാറുക. എന്നിട്ട് ഇവിടെ വായിൽ നിന്ന് ഇങ്ങനെ തുപ്പലൊക്കെ ഇടുന്നു, വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ്. അലറുകയാണ്, ഞാൻ വിട്ടുപോകത്തില്ലെന്ന് പറഞ്ഞു. കുറേ സമയം ഇവിടെ അലറി പ്രാർത്ഥിച്ചു, തലയൊക്കെ അടിച്ച് ഇങ്ങനെ കിടന്നു. പിന്നെ ശാന്തമായി. അവൾക്കുണ്ടി ആ പിള്ളേർക്കുണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ആ കുട്ടി എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ നിനക്കെന്താ സംഭവിച്ചത്? അവൾ പറയുകയാണ്, എൻ്റെ ഉള്ളിൽ ആരോ എന്നെ ബലമായിട്ട് പിടിച്ചു മുറുക്കിയിരിക്കുകയായിരുന്നു. എന്നിട്ട് എൻ്റെ ഉള്ളിൽ ആരോ പറയുകയാണ്, ഞാൻ നിന്നെ വിട്ടുപോകത്തില്ലെന്ന് ആരോ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുമായിരുന്നു. ഞാൻ ചോദിച്ചു, പിന്നെന്ത് പറ്റി? പ്രാർത്ഥനയുടെ അവസാനം എൻ്റെ ശരീരത്തു നിന്ന് ആരോ ഇറങ്ങിപ്പോയി. ഒരു ശക്തി ഇങ്ങനെ എന്നെ വിട്ടങ്ങ് പോകുന്ന വലിയൊരു അനുഭവം ഉണ്ടായി. ഇനി ആ പെൺകുട്ടിയുടെ വല്യമ്മ ധ്യാനത്തിൽ കൊണ്ടുവന്ന്, അത് കഴിഞ്ഞിട്ട് ആ വല്യമ്മ ഈ കൊച്ചിനായിട്ട് എൻ്റെ അടുക്കൽ വന്നു. ആ കുട്ടി ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ലൈംഗികമായിട്ട് വളരെ ചെറുപ്പത്തിലൊക്കെ ദുരുപയോഗം ചെയ്യപ്പെട്ട ഒരു കുട്ടിയാണ്. ശരിക്കും ആ കുട്ടിക്ക് ഒരു ഡെലിവറൻസ് കർത്താവ് കൊടുത്തു. അവളുടെ ആ തിന്മയുടെ അരുവി വിട്ടുമാറി. വലിയ പ്രശ്നത്തിലായിരുന്നു ആ കുട്ടി. അവൾക്ക് മോചനമായി. അത് കഴിഞ്ഞൊരു ഈ അടുത്ത നാളിൽ എറണാകുളത്ത് എൻ്റെ വണ്ടേ നടത്തുമ്പോൾ ആ അമ്മയും വല്യമ്മയും ഈ കൊച്ചും കൂടെ ധ്യാനിക്കാനുണ്ടായിരുന്നു. എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു. അപ്പം ഞാൻ ചോദിച്ചു, മോളെ ഇപ്പോൾ നിൻ്റെ അവസ്ഥ എങ്ങനെ? അവൾ ഞാൻ ഫ്രീ ആയി. ആ ഒരു ധ്യാനത്തോടെ ഞാൻ ഫ്രീ ആയി. അവൾക്കിപ്പോൾ ആസക്തിയുടെ ഒരു ബന്ധനമില്ല, നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നു, നന്നായിട്ട് പോകുന്നു. ആ അമ്മ പറഞ്ഞു, അവൾ കുറേ വിഷയത്തിലായിരുന്നു, ഇപ്പോൾ അവൾ മിടുക്കിയായി. ഉണ്ടോ? ശക്തമായ ഡെലിവറൻസ് ആ പെൺകുട്ടിക്ക് ലഭിച്ചു. ഇതുപോലെ പറയാൻ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഞങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറമായിട്ട് നമ്മുടെ യുവതിവാക്കന്മാരിലും കുട്ടികളിലും മുതിർന്നവരിലും തിന്മയുടെ പൈശാചിക അരൂപികളെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരിക്കൽ ഏതാനും മാസം മുൻപ് താമസൂർ ധ്യാനം നടക്കുക, ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റർ സ്വന്തം ആങ്ങളെയുമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. സിസ്റ്റർ പറഞ്ഞു, ബ്രദറെ, എൻ്റെ ആങ്ങളയ്ക്ക് ഒറ്റ ചിന്തയുള്ളൂ, വിവാഹം കഴിച്ച വ്യക്തിയാണ്, 2 പിള്ളേരുമുണ്ട്, ആത്മഹത്യ ചെയ്യണം ഒരു ചിന്തയാണ്. എപ്പോഴും പറഞ്ഞ് ഞാൻ ആത്മഹത്യ ചെയ്യും, ഞാൻ മരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ അല്പസമയം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ചു, സിസ്റ്ററിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ? എന്നെ പറഞ്ഞു, എൻ്റെ വല്യപ്പൻ ആത്മഹത്യ ചെയ്ത. പറഞ്ഞു വന്നപ്പോൾ സിസ്റ്ററിൻ്റെ വീട്ടിൽ മൊത്തം 8 പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ബന്ധുക്കൾ ഉൾപ്പെടെ 8 പേര് സിസ്റ്ററിൻ്റെ കുടുംബത്തിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. സിസ്റ്ററിൻ്റെ ആങ്ങളയ്ക്ക് ഇപ്പോൾ ഒറ്റ ചിന്തയുള്ളൂ, ആത്മഹത്യ ചെയ്യണം. ഇതെങ്ങനെ വന്നു? അതായത് ആത്മഹത്യക്ക് പ്രേരണ കൊടുക്കുന്ന ആ തിന്മയുടെ അരൂപി ഈ വ്യക്തിയിൽ കടന്നു വന്നു. ബന്ധുക്കളെ ആത്മഹത്യയിലേക്ക് നയിച്ച ആ സ്പിരിറ്റ്, ബന്ധുക്കൾ മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ആ സ്പിരിറ്റ് അവിടെ പോയി. ആ സ്പിരിറ്റ് ഇതാ ഈ വ്യക്തിയിലേക്ക് കടന്നു വന്നിരിക്കുക. അപ്പോൾ ഈ വ്യക്തി ആത്മഹത്യയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിച്ചു. ശക്തമായ വിടുതൽ കിട്ടി. പ്രാർത്ഥന സമയത്ത് അടിച്ച് തറ വീണു. കുറേ സമയം ഇവിടെ കിടന്നു, ഉരുണ്ടു. എഴുന്നേറ്റ് വന്നപ്പോൾ പറയുന്നു, എൻ്റെ തലയിൽ നിന്നോ തെറിച്ചു പോയി, എൻ്റെ ശരീരത്തിൽ നിന്നോ വിട്ടുമാറി. ഞാൻ ഇപ്പം എന്ത് പറയുന്നു? എൻ്റെ മനസ്സ് ഫ്രീ ആയി, എൻ്റെ സംഗീതൻ്റെ ഭാരം പോയി. പറഞ്ഞു, എനിക്കിപ്പം ഒരു പ്രശ്നമില്ല. ധ്യാനം കഴിഞ്ഞ് പോകാൻ നേരത്ത് വന്ന് പറഞ്ഞു, എനിക്കിപ്പോൾ അങ്ങനെ ചിന്തയില്ല, ആത്മഹത്യ ചെയ്യണമെന്നൊരു ചിന്തയില്ല. ആത്മഹത്യയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സ്പിരിറ്റ് ആ വ്യക്തിയിലേക്ക് കടന്നു വന്നു. അതാണ് ഈ ആത്മഹത്യ ചിന്ത.
ഇങ്ങനെ വ്യത്യസ്തമായ അരൂപികളുണ്ട്. ഇത് അദൃശ്യ ലോകത്തിൻ്റെ വലിയൊരു സംഭവമാണ്. ഹല്ലേലൂയ. ഞാൻ ചിലർക്ക് വേണ്ടിയൊക്കെ ഡെലിവറൻസിന് വന്ധ്യതയുടെ ആത്മാവിനെയൊക്കെ ബന്ധിച്ച് പ്രാർത്ഥിച്ച് താമസിക്കാതെ എത്ര പേർക്ക് ആ മക്കളെ കഥ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല, ഡെലിവറൻസിൻ്റെ മേഖല. അതുപോലെ കുടുംബത്തിൽ വീണിരിക്കുന്ന ചില ശാപത്തിൻ്റെ മേഖല. ഞാൻ ചോദിക്കട്ടെ, ഗലാത്തി 3:13 വചനം പറയുന്നു, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ മോചിപ്പിച്ചു. കുരിശിൽ തറയ്ക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. അപ്പോൾ യേശു ക്രിസ്തു നമ്മുടെ ശാപമെല്ലാം ഏറ്റെടുത്തു കഴിഞ്ഞു. യേശു ശാപം ഏറ്റെടുത്തു കഴിഞ്ഞു. കുരിശിൽ അവൻ ശപിക്കപ്പെട്ടവനായി തീർന്നു. ശാപത്തിന് നമുക്ക് മോചനം നൽകി. ഹല്ലേലൂയ. മോചനം നൽകി ശാപത്തിൽ നിന്ന്. പക്ഷേ ശാപമുണ്ടോ? ഉണ്ടോ? എങ്ങനെ ശാപം വരുന്നത്? ഒരു സിമ്പിൾ ഉദാഹരണം. നിങ്ങൾ നിങ്ങളുടെ അപ്പനിട്ട് അടിച്ചു എന്ന് വിചാരിക്കുക. അപ്പനെ തല്ലിവൻ അനുഗ്രഹിക്കപ്പെടുമോ? പറയുക ഇല്ല. അവൻ്റെ മേൽ എന്ത് വീഴും? ധൈര്യമായിട്ട് പറഞ്ഞു, ശാപം വീഴും എന്ന് പറഞ്ഞാൽ അനുഗ്രഹ തടസ്സം, അനുഗ്രഹമെല്ലാം ബ്ലോക്കാവും. അമ്മയെ കണ്ണുനീര് കുടിപ്പിച്ചാൽ അനുഗ്രഹിക്കപ്പെടുവോ? ഇതൊരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ. ഹല്ലേലൂയ. ഉണ്ട് പലരും ഇതുപോലെ പല വിധത്തിൽ ഉണ്ട്. ദരിദ്രരെ പീഡിപ്പിക്കുക, വിധവകളെ പീഡിപ്പിക്കുക, പാവപ്പെട്ടവർക്ക് കൂലി കൊടുക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ അവരുടെ കണ്ണുനീര് വീഴും. ഈ കണ്ണുനീര് നമ്മളെ അനുഗ്രഹത്തെ തടയും. അതിന് പറയുന്നതാണ് ഒരു വാക്കാണ് കേഴ്സസ് എന്ന ഒരു വാക്ക്. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.